നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് ലൈസൻസ് ടെസ്റ്റ് കഴിഞ്ഞിട്ടും വിജയിച്ചിട്ടും ലൈസൻസ് അച്ചടിച്ച് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതായത് ഇത് ലൈസൻസ് നമ്മുടെ കയ്യിലേക്ക് ലഭിക്കാനുള്ള ഒരു കാലതാമസം നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ തന്നെ ഇപ്പോൾ വിശദീകരണം നൽകുകയാണ്. അത് ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയുടെ തകരാറാണ്. അവർക്ക് ഞാൻ മിനിസ്റ്ററായി വരുമ്പോൾ 9 കോടി രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അത് പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് മന്ത്രിസഭാ തീരുമാനം എടുത്ത് തന്നെ ആ പേയ്മെൻറ്റ് കൊടുത്തപ്പോൾ അവരോട് മുന്നോട്ട് വെച്ചൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇത് അപ് ടു ഡേറ്റ് ആക്കണം. എറണാകുളത്താണ് ഇത് പ്രിൻ്റ് ചെയ്യുന്നത്. അത് അപ് ടു ഡേറ്റ് ആക്കണം എന്ന നിർദ്ദേശം അവർ കൊടുത്ത് ആക്കാമെന്ന് സമ്മതിച്ചിട്ടാണ് പണം കൊടുത്തത്. അത് കഴിഞ്ഞ് അവർ ജൂലൈ മാസം എൻഡിൽ ലാസ്റ്റ് ഡേയിൽ ഇത് അപ് ടു ഡേറ്റ് ആക്കാം എന്ന് എനിക്ക് ഓഫീസിൽ വന്ന് ഒരു ഉറപ്പ് തന്നു. ഈ 2 ഉറപ്പും നടക്കാത്തത് കൊണ്ട് അവർ ഒഴിഞ്ഞു പോകാനുള്ള നോട്ടീസ് കാരണം കാണിച്ച് നോട്ടീസ് വെച്ച് അവരെ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചു. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് നേരിട്ട് പ്രിൻറ്റിങ് ഏറ്റെടുക്കാനുള്ള നടപടിയാണ്. അപ്പോൾ അവർ ഒഴിഞ്ഞു പോകാനുള്ള നോട്ടീസ് ആദ്യത്തെ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. അവരിപ്പോഴും അത് അപ് ടു ഡേറ്റ് ആക്കാൻ ശ്രമിക്കുന്നില്ല. അവർക്ക് അതിന് കഴിയുന്നില്ല, അവരത് ശ്രമിക്കുന്നുമില്ല. അവർ പറയുന്ന വാക്കിനൊന്നും ഒരു വിലയില്ലാത്തതുകൊണ്ട് നമ്മളവരെ മാറ്റാനായിട്ടുള്ള ആദ്യത്തെ നോട്ടീസ് കൊടുത്തു അല്ലേ. ആദ്യത്തെ നോട്ടീസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നമുക്കത് മാറ്റി നമ്മൾ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ തന്നെ പ്രിൻ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അതിനാവശ്യമായ ഒരു കാർഡ് അടിക്കാനുള്ളൊരു PVC മെറ്റീരിയലുണ്ട്. ആ മെറ്റീരിയലിന് വേണ്ടി ഒരു ടെൻഡർ വിളിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മൾ ലൈസൻസ് ഇപ്പോൾ ഡിജിറ്റലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് കയ്യിൽ കൊണ്ടുനടന്നാൽ മതി, ലൈസൻസ് ഇല്ല. പക്ഷേ എന്നാലും കാർഡ് കിട്ടുക എന്നുള്ളത് നമുക്കൊരു എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് പല ആളുകൾക്കും. രജിസ്ട്രേഷൻ്റെ വണ്ടിയില്ല, ആ രജിസ്ട്രേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അവർക്കത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് ധനകാര്യ വകുപ്പും ഇക്കാര്യത്തിൽ നമ്മൾ നേരിട്ട് പ്രിൻ്റ് ചെയ്യണമെന്നുള്ളൊരു അഭിപ്രായക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ധനകാര്യ മന്ത്രിയും അക്കാര്യത്തിൽ നേരിട്ട് പ്രിൻ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ വേണം എന്നാണ് നിലപാടെടുത്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവരെ ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരെ ഒഴിഞ്ഞു പോകുന്ന മുറയ്ക്ക് നമ്മൾ സ്വന്തം നിലയിൽ ഇത് പ്രിൻ്റ് ചെയ്യും. നമുക്ക് പ്രിൻ്റ് ചെയ്യാനുള്ള 5-6 മെഷീൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷേ കൂടുതൽ മെഷീൻ വേണം. വലിയ വിലയൊന്നുള്ള മെഷീനല്ല. ഇത് വലിയൊരു ആനക്കാര്യമൊന്നും അല്ല. പക്ഷേ എങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ വലിയ ആനക്കാര്യമൊന്നും അല്ല. ഇത് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിന് 3 മേഖലകളായിട്ട് ചെയ്യാൻ കഴിയും. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് KSRTCയുടെ കൊറിയർ സർവീസ് ഉപയോഗിച്ചുകൊണ്ട് അതാത് RTO ഓഫീസുകളും സബ് RTO ഓഫീസുകളും സാധനം എത്തിച്ചു കൊടുക്കും. അവിടുന്ന് വിതരണം ചെയ്യും. കാരണം വേറെ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് നമ്മൾ പോസ്റ്റൽ ചാർജും എടുക്കുന്നുണ്ട്. അതും കൊടുക്കുന്നില്ല. 5 കോടി 6 കോടി രൂപ അടുത്ത കാലത്ത് തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തു. സമയത്തിന് ഇത് കിട്ടുന്നുമില്ല. ഇതെല്ലാം ആളുകളിൽ നിന്ന് പിടിക്കുന്നുമുണ്ട്. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കുന്നു. അത് അവരോട് എത്ര പറഞ്ഞിട്ടും അവർ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അവർ സാധനം മെറ്റീരിയൽ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് അവർ നിൽക്കുകയാണ്. അവരെ കുടിശ്ശിക കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവരൊരു ഫയൽ അയച്ചു. അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് തീർത്ത് തന്നാൽ മാത്രമേ ഇനി അവർ ആദ്യം തീർത്ത് തരാമെന്ന് പറഞ്ഞില്ലേ കുടിശ്ശിക കൊടുത്തത്. 9 കോടി രൂപയാണ് കൊടുത്തത്. അതവർ തീർത്ത് തരാമെന്ന് പറഞ്ഞപ്പോഴാണ് അതവർ ചെയ്തില്ല. പിന്നെ ജൂലൈ മാസത്തിൽ അവർ തീർക്കാമെന്ന് ഉറപ്പ് തന്നു. ഇപ്പോൾ വീണ്ടും അടുത്ത ഒരു 8-9 കോടി രൂപയ്ക്ക് വേണ്ടി അവർ കടലാസ് മൂവ് ചെയ്തിരിക്കുകയാണ്. അത് തരാതെ കൊടുക്കില്ല. ഇനി നമ്മൾ ഗവൺമെൻറ്റിനെയും ജനങ്ങളെയും കബളിപ്പിക്കാൻ പറ്റത്തില്ല. അത് തന്നേ പറ്റും. അത് തരാതെ ഇനി പൈസ കൊടുക്കില്ല. അല്ല, അതിന് വളരെ നിസ്സാരമായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കരുത്. 42 കോടി രൂപ അങ്ങോട്ട് കൊടുത്താൽ സാധനം തരാമെന്നാണ് പറഞ്ഞത്. അത് കൊടുക്കാനുള്ള ശേഷി നമുക്കില്ല. പിന്നെ അത്തരത്തിൽ പ്രപ്പോസ് ചെയ്ത സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഫയൽ കണ്ടു. അതിനകത്തുള്ള കാര്യം ചേർത്തല, കായംകുളമൊക്കെ അവിടെ ഇഷ്ടംപോലെ ബസ്സുണ്ട്. അവിടെ നമ്മൾ ഈ ഇലക്ട്രിക് ബസ് ഇറക്കിയിട്ട് അത്രയും പൈസ കളയുണ്ടായില്ല. ഒരു ഇലക്ട്രിക് ബസ് വാങ്ങിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ 3 വണ്ടി വാങ്ങിക്കാം. കൊച്ചിയിലൊന്നും വന്നിട്ടില്ല. കൊച്ചി ആ ലിസ്റ്റിലില്ല. തിരുവനന്തപുരം അത് കളക്ഷൻ കൂടി. അതായത് KSRTCയുടെ കളക്ഷൻ ഇലക്ട്രിക് ബസ് 6000 രൂപ 2000 രൂപയായിരുന്നു ആവറേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 6000 രൂപയ്ക്ക് മേളിലേക്ക് അല്ലേ, 6000 രൂപയ്ക്ക് മേളിലേക്ക് കയറിയുണ്ട് ആവറേജ് കളക്ഷൻ. അതൊന്ന് റീഷെഡ്യൂൾ ചെയ്തു. അത് റീഷെഡ്യൂൾ ചെയ്യുകയും സിറ്റിക്ക് പുറത്തുനിന്ന് ആളെ കൊണ്ടുവരാനുള്ള സൗകര്യം കൂടി ചെയ്തതോടുകൂടി അത് ഇപ്പം 6000 രൂപ 6500 രൂപ ആവറേജ് നമുക്കൊരു വരുന്നുണ്ട്. അല്ല, പദ്ധതിക്കെതിരാവുന്ന എങ്ങനെയാണ്? കാരണം ആ യാത്രക്കാർക്കല്ലേ ഉള്ളത്. ഇപ്പം നഗരത്തിനകത്ത് യാത്ര ചെയ്യുന്നവർക്ക് പുറത്തുനിന്ന് ആരും വന്നുകൂടാന്ന് പറയാൻ പറ്റും. ഇന്നാൾ മാത്രമേ കയറാവൂ എന്ന് പറയാൻ പറ്റും. അത് പദ്ധതി വിജയിക്കണ്ടേ? നമ്മൾ സർക്കാരിൻ്റെ പൊതുമുതൽ കളയാനല്ലല്ലോ ഈ പദ്ധതി കൊണ്ട് നിർബന്ധമായിട്ടും ഇതിനകത്തിട്ട് ഓടിക്കണം, പറയുന്ന സ്ഥലത്ത് ഓടിക്കണം, അങ്ങനെയല്ല. ഇത് ഓടിക്കുന്നതിൽ KSRTCയുടെ ജീവനക്കാർക്ക് ഒരു പ്രൊഫഷണലിസം ഉണ്ട്. അത് അവരുടെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് അവർ തെളിയിച്ചത് കഴിഞ്ഞ 17 ദിവസമായി KSRTCയുടെ ബഹുഭൂരിപക്ഷം ഡിപ്പോകളും ലോസ് ഇല്ലാതെ പോവുകയാണ്. ഇന്നലത്തെ കണക്കനുസരിച്ച് ഇനി 11 ഡിപ്പോകൾ മാത്രമേ പുറകിലുള്ളൂ. നോ ലോസ് നോ പ്രോഫിറ്റിലേക്കും വന്നിരിക്കുന്ന ഡിപ്പോകളാണ്. ചില ഡിപ്പോകളൊക്കെ 11% വരെ പ്രോഫിറ്റ് നേടിയിട്ടുണ്ട്. അതാരാണ് ചെയ്തത്? അവർ തന്നെയാണ് ചെയ്തത്. അവിടുത്തെ ജീവനക്കാരും അവിടുത്തെ
DTOമാരും സംഘടനകളും എല്ലാം കൂടി ചേർന്നാണ് ചെയ്തത്. അവരെല്ലാം കൂടി